നമ്മളിപ്പോൾ മിന്നറ്റ് പാസിലെത്തി കേട്ടോ. മിന്നറ്റ് പാസ് വ്യൂ പോയിൻ്റ് ആണ് മുമ്പിൽ കാണുന്നത്. നല്ല രസമുള്ളൊരു ഏരിയ കേട്ടോ ഇത്. മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് ഒത്തിരി പേര് ഹൈക്കിങ്ങിനും കൂടെ വരുന്നുണ്ട് കേട്ടോ. വണ്ടി എടുത്തിട്ട് അല്ലാണ്ട് നടന്നു വരുന്ന ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഏതോ ഒരു ടൗണിൽ നിന്ന് ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് ഹൈക്ക് ചെയ്ത് ഈ സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ആളുകൾ ഇപ്പം നമ്മുടെ ഹൈക്കിംഗ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് കണ്ടോ. ഹൈക്കിംഗ് പോയിന്റ്സ് ഒത്തിരി ഉള്ള സ്ഥലമാണ് അവിടെ. നമ്മൾ വന്ന വഴി അതാണേ. മിന്നറ്റ് പാസ് കടന്നു വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് കൂടെ കേട്ടോ വരിക. ആ ഒരു ഗേറ്റിൽ കൂടെ കടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. നമ്മളിപ്പം കവൺ ടൂറിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇറങ്ങിക്കോ, പയ്യെ നോക്കി ഇറങ്ങണേ. വാച്ച് യുവർ സ്റ്റെപ്സ് അപ്പാ. നമ്മൾ ഏകദേശം 100 സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ബോട്ട് യാത്രയുണ്ട്. ഓക്കെ അല്ലേ? അപ്പം അപ്പുറത്തേക്കോ നീ അപ്പുറത്തേക്കോ. കൈ കഴിഞ്ഞോ? Before we start, please keep your hands, feet and anything else you want to reserve with you inside this boat at all times. As you can see, is anybody claustrophobic or afraid of that? No. Claustrophobic. Just so you know guys, this first 20 meters or so is below. ഇതാണ് നമ്മൾ വന്ന വഴിയെ. ശരിക്കും തല മുട്ടുന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തല ശ്രദ്ധിക്കണേ. തല സെന്ററിലേക്ക്. ഇത് ഫുള്ള് അണ്ടർഗ്രൗണ്ടിൽ കൂടെ കേട്ടോ പോകുന്നേ. മൊത്തം അണ്ടർഗ്രൗണ്ടാ. തങ്ങ് വരെ ഉണ്ട്. ടണലത് നമ്മളെ കണ്ട മലേൻ്റെ അടി കൂടെ പോകുന്നത്. ഇവിടെ വന്നെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ആകാൻ പറ്റില്ല. Now, does anybody on this boat like brick walls? I'll take that as a guess. I know it's what you're keen for, it's the most exciting bit. Here we have 2 incredible brick walls. Now, the reason these brick walls are a bit warm and slight is because they actually sit. 1770-കളിൽ ലെഡ് മൈനിങ്ങിന് വേണ്ടി നിർമ്മിച്ചതാണ് സ്പീഡ്വെൽ കവൺ. കാൽസ്യം ഫ്ലോറേറ്റ് അതുപോലെയുള്ള ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ്സ് നമുക്ക് സ്പീഡ്വെൽ കവണിൽ കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണോ കൊണ്ടുവന്നേക്കുന്നത് നോക്കി. അങ്ങ് മണ്ടയ്ക്കൊക്കെ എന്തൊക്കെയാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ പേരാണ് ബോട്ടംലെസ് പിറ്റ്. ഇതിന് ഏകദേശം 490 അടി ആഴമുണ്ട്. Now we do also have the opposite stalactites in here. We have our very own stalagmite, the ones that come up on the floor, but it's a little bit less. But it has been growing because there's a continuous flow of water coming down from the ceiling here. It's only a baby at the moment. Give it a few more thousand years, it might be a bit more impressive, but we are still very proud of it. Also, Phil. So just give me a sec to bring the boat in, guys, and I'll let you all off.
അങ്ങനെ നമ്മുടെ കേവ് ടൂർ കഴിഞ്ഞു കേട്ടോ. ഇനി ഏകദേശം 120 സ്റ്റെപ്പ് അങ്ങനെ നമുക്ക് കയറാനുണ്ടേ ഇതിൻ്റെ അറ്റം വരെ. 150. അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. കയറി അത്യാവശ്യം നല്ലൊരു ടൂറായിരുന്നു കേട്ടോ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് 11 മീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇത് സംടൈംസ് ഇത് ഫ്ലഡ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ 2 ദിവസം കൊണ്ടായിരിക്കും അതിൻ്റെ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയുന്നത്. അങ്ങനെ നമ്മൾ കേവ് ടൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ അങ്ങ് പോകുന്നത്. ഈ മൈൻ ഏകദേശം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം ഒരു 8-10 മൈലോളം ഡിസ്റ്റൻസിൽ ഇതിങ്ങനെ കിടപ്പുണ്ട് കേവ്. അതിൻ്റെ അകത്തൂടെ അവർ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? നമ്മളങ്ങനെ കയറി ഇതിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം മുകളിലെത്തി കേട്ടോ. ഇനി മുകളിലേക്ക് കയറുന്നില്ല, കാരണം നമുക്ക് വരാൻ കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട്. ഇവിടുന്ന് തന്നെയുള്ള വ്യൂ അടിപൊളിയാണ്. നമ്മൾ ഏകദേശം മൊത്തം ഇതിൻ്റെ ഏരിയ മൊത്തം ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റും. എഴുന്നേറ്റ് കേട്ടെ, വേണ്ട ഫുള്ള് മേഘങ്ങൾ. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും അടിപൊളി. പിന്നെ ഇതിൻ്റെ നടുക്കൂടെ കേട്ടോ നമ്മൾ വന്നത്. ഈ 2 മലേൻ്റെ നടുക്കൂടെയാണ്. ഇനി ഇത് മുകളിലേക്ക് പോകാൻ പറ്റും. ഒരു മരം കണ്ടോ തന്നെ നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ കയറി വന്ന വഴി കേട്ടോ. മൊത്തം കല്ലാട്ടോ ഇവിടെ. കണ്ട ഉരുളങ്കല്ല്. വന്ന വഴിക്ക് നമ്മുടെ ഗിംബൽ താഴെയിട്ട് പൊട്ടിച്ച്. മുള്ള്. ഈ സമയത്ത് ആ ഭാഗത്ത് പോയാൽ എനിക്ക് ഒരു നല്ല ഷോട്ട് കിട്ടുമായിരുന്നു. നമുക്ക് വെയിൽ കാണുകൊണ്ട് ഇവിടുന്ന് ഒരു നല്ല ഷോട്ട് കിട്ടുമെന്ന് നോക്കാവേ. കണ്ട വെയിൽ കാണുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഷോട്ട് കിട്ടും ഇവിടുന്ന്. ഗുഡ്. കണ്ട വെയിൽ താണ സമയമായതുകൊണ്ട് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു ഷോട്ട് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ഓവർ എക്സ്പോസ്ഡ് ആയി പോയിരുന്നു വീഡിയോസൊക്കെ. നല്ല കീറ്റയിലെ വ്യൂ അവിടുന്ന്. കണ്ട മൊത്തം കല്ലാട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. തെന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വന്നില്ലെങ്കിൽ തെന്നെന്നുള്ള കാര്യം 100% ഷുവർ. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പകുതി വരെ ഇറങ്ങി. കെട്ടിയോളം അപ്പുറത്തൂടെ അതിലെ കൂടെ പോകുന്നുണ്ട്. അതേണ്ട ഒരുത്തി അതിലെ കൂടെ പോകുന്നുണ്ട്. നമുക്ക് ആരാ ആദ്യം താഴെ എത്തുക നോക്കാലോ. മിക്കവാറും ഞാൻ ഒരു ഇട്ടി താഴെത്തു. മോൾട്ടി കഷ്ടപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ടേ. ഇവള് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, ഭയങ്കര ചാടി കയറി പോകുന്നുണ്ട് മലയൊക്കെ. ഞാൻ വിചാരിച്ചു ഭയങ്കര പേടിയൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ ആള് ഭയങ്കര തുള്ളിച്ചാടി കയറി പോയി കേട്ടോ.
ഞാനാ കുറച്ചും കൂടെ സ്ലോ. കണ്ടോ തലയിൽ ഹുഡിയൊക്കെ ഇട്ട് ഭൂതത്തിനെ പോലാണ്. എന്നോട് ആ തണുപ്പ് ഇമ്മാതിരി മലകയറ്റം കയറിയിട്ടാണ് തണുപ്പ് പോകുന്നില്ലേ. ലൈക്ക് ദാറ്റ്. ഞാനല്ലാണ്ട് ഈ വെള്ളപ്പാൻറ് വിട്ട് ഹൈക്കിങ്ങിന് വരുമോ, മുട്ടൊക്കെ മൊത്തം ചെളിയായി നാശകോശമായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വർത്ത. ഈ റോക്ക് ഫോർമേഷൻ കിട്ടുവാണേ. നോക്കി ഇങ്ങനെ ഒരുമാതിരി ചെത്തി എടുത്ത പോലെയാ. ഇവിടെ ഏതോ ഒരു ഗുഹയുണ്ടേ. ഇവിടെ പോയ വഴിക്ക് ഗുഹയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്താ സംഭവം. കുറേ നടക്കാനുണ്ട് കേട്ടോ. ആ ഞാനെന്താ പറഞ്ഞോണ്ടെന്നേ, കുട്ടി കുട്ടി ഗുഹകൾ കുറേ ഉണ്ട്. ഇതൊരു കുട്ടി ഗുഹയാണേ. ഇതാണ്. ഇതൊക്കെ നീ അവിടെ നിന്ന് കണ്ടുപിടിച്ച്? ഒരാളൊന്ന് ഗുഹയൊക്കെ കണ്ടുപിടിച്ച്. ആ ഇതുണ്ടോ, എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ കേട്ടോ. ഇതങ്ങ് ഉള്ളു വരെ ഉണ്ട്. ഇതിനാരെങ്കിലും പേരിട്ടിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇവിടെ വന്ന് കേവ് ടൂർ ചെയ്തു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈക്കിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. മലേൻ്റെ മുകളിൽ കയറി. ആ എൻ്റെ ഭാര്യ മരത്തെ തൊട്ട് മുകളിൽ കയറിയിട്ട് എനിക്ക് അവിടം വരെ കയറാൻ പറ്റിയില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ടയർഡായി കേട്ടോ. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാൻ പോകണേ. നമ്മളിന്ന് കുറേ നേരം അലഞ്ഞിരിഞ്ഞ് അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇവരുടെ ദേശീയ ഭക്ഷണമായ ഫിഷ് ആൻഡ് ചിപ്സും പിന്നെ ഒരു ചിക്കൻ ബർഗറും ആട്ടോ വാങ്ങിയേക്കുന്നത്. ഫിഷ് ആൻഡ് ചിപ്സ് കോഡ് ഫിഷ് എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇതാണ് ഇവരുടെ ദേശീയ ഭക്ഷണം, ഫിഷ് ആൻഡ് ചിപ്സ്. എവിടെ പോയാലും ഈ സാധനം കിട്ടും. ഇവിടെ വരുന്നവർ പ്രത്യേകിച്ചും പീക്ക് ഡിസ്ട്രിക്റ്റ് ഭാഗത്തേക്ക് വരുന്നവർ ഫുഡ് കൈ കരുതാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇവിടെ ഫുഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഇവിടുന്ന് പുറത്ത് മെയിൻ ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടേതായ ഭക്ഷണങ്ങളൊന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. സോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര റെയർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അതൊക്കെ മെയിൻ ടൗണിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും കൈ കരുതുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫിഷ് ആൻഡ് ചിപ്സോ അങ്ങനെയുള്ള ബർഗർ കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആട്ടോ. നമ്മൾ പുറത്തുനിന്നുള്ള KFCയോ മഗ്ഡിയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല. ഇവരങ്ങനെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ലതാണ്. ഇവരുടെ ഹോം മെയ്ഡ് നല്ല ഫുഡാണ്. ഇഷ്ടപ്പെടും. അതെ, ഹോം മെയ്ഡ് ഫുഡ് മാത്രമേ അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ്, പബ്ബുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ സെൻറ്ററിൻ്റെ അകത്ത് വന്നേക്കണേ. ഒരുപാട് ഇവരുടെ ലോക്കലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. പൂക്കളുടെ വിത്തുകൾ,
ഭയങ്കര രസമുള്ള ഏരിയയാണ്. ഫുള്ള് മരങ്ങളുടെ ഇലയൊക്കെ മൊത്തം കളർഫുൾ അവിടെ വേണ്ട. പിന്നെ ഇവിടുന്ന് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടേ. ആ മരം കണ്ടോ? മരത്തിൻ്റെ കളർ കണ്ടോ? മൊത്തം കളറ് മാറി കേട്ടോ. ഒത്തിരി പേര് ട്രക്കൊക്കെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഈവൻ ഇവിടെ പ്രായമായ ആൾക്കാരാണെങ്കിലും അവർക്കൊന്നും ട്രക്കിങ്ങിനോ കാര്യങ്ങൾക്കോ പോകുന്നതിനോ ഒരു മടിയില്ലേ. ഒത്തിരി ഞങ്ങൾ വന്ന വഴിക്കൊക്കെ ഒരുപാട് പ്രായമായ ആൾക്കാർ, ഏകദേശം 10, 60, 70 വയസ്സുള്ള ആൾക്കാരൊക്കെ മലയൊക്കെ പുഷ്പം പോലെ കയറി പോകുന്നുണ്ട് ട്രക്കൊക്കെ ചെയ്തുകൊണ്ട്. അവർക്കിങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ ഭയങ്കര കാര്യമാണ്. എക്സ്ട്രാ കരിക്കുലർ അല്ലല്ലോ. ഇവിടെയൊക്കെ എല്ലാ മരങ്ങളുടെ ഇലയും പൊഴിഞ്ഞു കേട്ടോ. എല്ലാ മരങ്ങളുടെ ഇലയും പൊഴിഞ്ഞ് എല്ലാത്തിൻ്റെ കളറും മാറി. ഇതുങ്ങളുടെ തല കണ്ടോ? തലയ്ക്ക് മാത്രം ഒരു കറുപ്പ് കളർ. അപ്പം നമ്മുടെ ട്രിപ്പൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 10 മണിയായപ്പം അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു, ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇന്ന് നല്ല മഴയാണ്. നമ്മൾ ഇന്നലെയൊക്കെ വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ ഇന്ന് അത്യാവശ്യം, ഇന്നും നാളെയും ഇനി ഒരാഴ്ചത്തേക്ക് അത്യാവശ്യം നല്ല മഴയാണ് പീക്ക് ഡിസ്ട്രിക്റ്റ് മൊത്തം. ഈവൻ ലണ്ടൻ ഭാഗത്തേക്ക് നല്ല മഴയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും കൂടെ എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ കാണാമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. വലിയ കാര്യമായിട്ട് കാണാനൊന്നും നടക്കുകയല്ല, നമ്മളവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ വരാൻ നേരത്ത് ഒത്തിരി പേര് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ടൂർ പാക്കേജ് ഒക്കെ ഉണ്ടാവും. ലണ്ടനിൽ നിന്ന് 1 day 2 days ഒക്കെ ടൂർ പാക്കേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എനിക്കറിയാൻ പാടില്ല, ഈ വെതറിൽ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ 2 ദിവസം അടിച്ചു പൊളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല വെതറൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് 3-4 സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. പീക്ക് ഡിസ്ട്രിക്റ്റ് പിന്നെ 2 ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല. കാരണം 500 മൈല് സ്ക്വയർ മൈല് കിടക്കുന്ന സ്ഥലം. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. നമ്മൾ ഒരു സെക്കൻഡ് പാർട്ട് പോലെ നമുക്ക് പോയി കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ.